പ്രശ്നം നമ്മുടെ രാജ്യത്തുള്ള പൊതുവായ അവസ്ഥ സ്വന്തം അസ്തിത്വം തെളിയിക്കാൻ ജനങ്ങൾ പ്രയാസം അനുഭവിക്കുന്ന ദുരവസ്ഥ അത് വലിയ തോതിൽ ആശങ്കാജനകമായി രാജ്യത്തുയർന്നു വന്നിരിക്കുകയാണ്. ഒരാൾ താൻ ഈ നാട്ടിൽ ജനിച്ച് ജീവിക്കുന്നയാളാണെന്നോ സ്ഥിരതാമസക്കാരനാണെന്നോ ആരുടെ മുന്നിലും അനായാസം തെളിയിക്കാൻ പ്രാപ്തനാകണം. ഒരാളും പുറന്തള്ളപ്പെടുന്ന അവസ്ഥയുണ്ടാകരുത്. അതിനായി ആധികാരികവും നിയമ പിൻബലമുള്ളതുമായ രേഖ ആ വ്യക്തിയുടെ കൈവശമുണ്ടാകണം. അത്തരമൊരു രേഖ കേരളത്തിൽ ആവിഷ്കരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ സംസ്ഥാനത്ത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടാൽ നൽകി വരുന്നുണ്ട്. അതിനു പകരം ഫോട്ടോ പതിപ്പിച്ച സ്ഥിരം നേറ്റിവിറ്റി കാർഡ് നൽകുന്നതിനാണ് മന്ത്രിസഭാ യോഗം തത്വത്തിൽ അംഗീകരിച്ചിട്ടുള്ളത്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി എക്കാലത്തും ഇത് ഉപയോഗിക്കാനാവും. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും മറ്റ് സാമൂഹ്യ ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തക്ക വിധമുള്ള നിയമ പിൻബലത്തോടു കൂടിയ ആധികാരിക രേഖയായി ഈ കാർഡ് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സംസ്ഥാനത്ത് വ്യക്തിയുടെ ജനനവും ദീർഘകാല താമസവും തെളിയിക്കുന്ന രേഖയാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. എന്നാൽ അത് നിയമപ്രാബല്യമുള്ള രേഖയല്ല. നിലവിൽ ഓരോ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങാറുണ്ട്. അതാണ് പതിവ്. ഇത് ചില ഘട്ടങ്ങളിൽ പരാതിയായി സർക്കാരിന് മുന്നിൽ വരികയും ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥനയും ഇക്കാര്യത്തിൽ സർക്കാരിന് മുന്നിൽ വന്നിട്ടുണ്ട്. ഇത്തരമൊരു കാർഡ് വരുന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. നേറ്റിവിറ്റി കാർഡിന് നിയമപ്രാബല്യം നൽകുന്നതിനുള്ള നിയമത്തിന്റെ കരട് നിയമവകുപ്പുമായി കൂടിയാലോചിച്ച് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുവാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു ആധികാരിക രേഖ ഓരോരുത്തരുടെയും കയ്യിലുണ്ടാകുമെന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. സർക്കാർ സേവനങ്ങൾക്ക് ഗുണഭോക്തൃ തിരിച്ചറിയൽ രേഖയായി കാർഡിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുകയും ചെയ്യും. തഹസിൽദാർക്കായിരിക്കും കാർഡിന്റെ വിതരണ ചുമതല. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ആമുഖമായി പങ്കുവെക്കാനുള്ളത്. ഇതെല്ലാം വെച്ചുകൊണ്ടും നാട്ടിൽ ഭീതി നിലനിൽക്കുകയാണല്ലോ. അങ്ങനെ ഒരു ഭീതി നിലനിൽക്കുമ്പോൾ ഭാരതീയനാണ് കേരളീയനാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു രേഖയായിട്ടാണ് ഇത് മാറുക. അപ്പോൾ ഇതിനാവശ്യമില്ല. ഇത് സാധാരണഗതിയിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ടല്ലോ. ആ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമുള്ള ഒരു നേറ്റിവിറ്റി കാർഡായിട്ടാണ് വരിക. അപ്പോൾ ഏതൊരാൾക്കും ഞാൻ ഈ കേരളത്തിൽ ജീവിക്കുന്നയാളാണ്, കേരളീയനാണ് എന്ന് കാണിക്കാൻ ഈ രേഖ ഒരു സാക്ഷ്യപത്രമായിരിക്കും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. SIR-ഉമായിട്ട് ഇതിന് ബന്ധമില്ല. SIR വേറെ തന്നെ ഒരു നടപടിക്രമമാണല്ലോ. ഇത് അതിനുപരി ഒരു പ്രശ്നമുണ്ടല്ലോ. പൌരത്വത്തിൽ നിന്ന് പൌരത്വവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളടക്കം ഉയർന്നു വരുന്നുണ്ടല്ലോ. അത്തരം ആശങ്കകൾക്കെല്ലാമുള്ള ഒരു പരിധിയോളമുള്ള ഒരു പ്രതിരോധമായിട്ട് ഇത് മാറും. കാരണം കേരളത്തിലുള്ള ഒരാള് കേരളത്തിൽ ജനിച്ചതാണ്, ഇന്ന് ഈ നേറ്റിവിറ്റി കേരളമാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖ ഓരോരുത്തരുടെയും കയ്യിലുണ്ടാകുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഇതിന്റെ വശങ്ങള് ഈ ബന്ധപ്പെട്ട വകുപ്പുകൾ റവന്യൂ വകുപ്പ് നിയമവകുപ്പുമായിട്ട് ആലോചിച്ചിട്ട് കൊണ്ടുവരണമെന്നാണ് കണ്ടിട്ടുള്ളത്. തഹസിൽദാർ ഇതുമായിട്ട് ബന്ധമില്ല. അത് വേറൊരു കാര്യമാണ്. അത് വേറെ തന്നെ ആലോചിക്കുന്ന കാര്യമാണ്. അത് നിലവിൽ ആലോചനയിലുള്ളത് തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നല്ലോ. അത് പിന്നെ സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിച്ച ഫലമല്ല ഉണ്ടായത്.
അതിന്റെ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തലുകൾ വരുത്തുക എന്നുള്ള നിലപാട് തന്നെയാണ് പൊതുവിൽ സ്വീകരിച്ചു പോകുന്നത്. യഥാർത്ഥത്തിൽ പല കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. ആ എല്ലാ വശങ്ങളും പരിശോധിക്കുക എന്നത് തന്നെയാണ് പൊതുവെ LDF എന്ന തലത്തിൽ തന്നെ കണ്ടിട്ടുള്ളത്. ആ വിശദമായ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. CPIഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാർ ജയിലിൽ കിടക്കുമ്പോഴും അദ്ദേഹം പാർട്ടിക്ക് തുടരുകയാണ്. അങ്ങനെ ഒരു സമീപനം CPM എടുത്തത് ഒരു തിരിച്ചടിയായി പറയുന്നു. പിന്നെ അങ്ങ് വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കൂട്ടി പോയതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. എന്താ CM-നെ മറുപടി? കുറെ ചോദ്യങ്ങൾ ഒന്നിച്ച് ചോദിച്ചിരിക്കുകയാണ് അല്ലേ? ഇരിക്കട്ടെ. അതില് വെള്ളാപ്പള്ളി കാറിൽ കയറി എന്ന് പറയുന്നത് എന്തോ ഒരു മഹാ അപരാധം നടന്നൊരു മട്ടിൽ ചിലർ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ യഥാർത്ഥ കാര്യങ്ങൾ അറിയാലോ. അവിടെ പമ്പയിലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ പോയപ്പോൾ ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പരിപാടി സ്ഥലത്തേക്ക് കുറച്ചകലം പോകാനുണ്ട്. അങ്ങോട്ട് അപ്പോഴാണ് വെള്ളാപ്പള്ളി എന്നെ കാണാൻ വരുന്നത്. കണ്ട് സംസാരിച്ച് പരിപാടിക്ക് പോകാൻ വേണ്ടി ഞാനും ഇറങ്ങുന്നു, അദ്ദേഹം ഇറങ്ങുന്നു. അപ്പോൾ പരിപാടിയിലേക്ക് പോകാൻ ഞാൻ കാറിൽ കയറുമ്പോൾ അദ്ദേഹവും എന്നോടൊപ്പം കാറിൽ കയറി എന്നുള്ളതാണ് വസ്തുത. ആ ദൂരത്തേക്ക് അദ്ദേഹം നടന്നു പോകുന്ന അവസ്ഥ ഒഴിവാക്കാൻ ആ കാറിൽ കയറട്ടെ എന്ന നിലപാട് ഞാനും സ്വീകരിച്ചിട്ടുണ്ടാവും. അതിലെന്താ ഒരു തെറ്റ്? സാധാരണഗതിയിൽ എന്തോ ഒരു തരത്തിലും തൊട്ടുകൂടാൻ പറ്റാത്ത ഒരാളാണ് വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ എന്ന് പറയാൻ പറ്റും. അത് ഏതൊരാളായാലും നമ്മൾ ചെയ്യുന്ന കാര്യമല്ലേ. പ്രത്യേകിച്ച് ഒരേ പ്രായക്കാര്, ഒന്നേക്കാളും കുറച്ച് പ്രായമുള്ള ആൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അത്തരം ആളുകളെ ആദരിക്കാൻ ചിലപ്പോൾ തയ്യാറാവില്ലേ. അതിനകത്ത് എന്താ വേറെ ഒരു അപാകതയുള്ളത്? അതിലേതെങ്കിലും ഒരു അപാകത ഞാൻ കാണുന്നില്ല. പക്ഷേ വലിയ തോതിൽ തെറ്റായി അതിനെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് പലപ്പോഴും ഉണ്ടാകാറുണ്ടല്ലോ. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെടുത്താൽ അത് വലിയ തോതിൽ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് വസ്തുതയാണ്. ആ പ്രചരണം BJP നടത്തിയിട്ടുണ്ട്, കോൺഗ്രസും UDF നടത്തിയിട്ടുണ്ട്. ഇവരാരാണ് കൂടുതൽ നടത്തിയതെന്ന് മാത്രമേ പരിശോധിച്ച് നോക്കേണ്ടതായിട്ടുള്ളൂ. അതിനെ ഒരു പ്രത്യേക രീതിയിൽ ഉയർത്തുന്നതിനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ ഇതിൽ വ്യക്തമാകേണ്ട കാര്യം ഇതിനോട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച സമീപനമാണ്. സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നാൽ അതെവിടെയായാലും ആ തട്ടിപ്പുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ പൊതുവായ നിലപാട്. ഇവിടെയും അതുതന്നെയാണ് ഉണ്ടായത്. അപ്പോൾ ഈ കാര്യത്തിൽ പ്രത്യേക അന്വേഷക സംഘം വരിക എന്നതിനോട് സംസ്ഥാന സർക്കാരിനും പൂർണ്ണ യോജിപ്പാണ് ഉണ്ടായിരുന്നത്. ഹൈക്കോടതി പ്രത്യേക അന്വേഷക സംഘത്തെ നിയോഗിക്കുന്ന നിലയുണ്ടായപ്പോൾ അതിനെ പൂർണ്ണമായി പിന്താങ്ങുന്ന അവസ്ഥയാണ് സർക്കാർ സ്വീകരിച്ചത്. ആ പ്രത്യേക അന്വേഷക സംഘം ഫലപ്രദമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്.